ഇപ്പൊ നമ്മുടെ പക്രു ചേട്ടൻ ഈ അത്ഭുതദ്വീപിൽ പറയുന്നുണ്ട്, ചെറിയ മനുഷ്യന്മാരുടെ ഒരു വലിയൊരു മനസ്സുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ശരിക്കും നിങ്ങളെ പോലെയുള്ളവര് ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് കാണും അങ്ങനൊന്നും ആഗ്രഹിക്കാണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സിനിമകൾ ചെയ്യുമ്പോഴും ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട്, അതിൽ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ എന്ത് ടൈപ്പ് ക്യാരക്ടർ ചെയ്യണമെന്നാണ് ആഗ്രഹം? എനിക്ക് എന്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റേഷൻസ് ഇല്ല. നമുക്ക് എത്ര ക്യാരക്ടർ എന്തൊക്കെ ചെയ്താലും നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല കുറെ കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പോലീസായിട്ട് ചെയ്താൽ കൊള്ളാം. പക്ഷെ ഒരു പോലീസായിട്ട് ഞാൻ വന്നാൽ ജനങ്ങളുടെ ഇടയിൽ അത് അംഗീകരിക്കപ്പെടത്തില്ല. കാരണം നമ്മുടെ ഇതിൽ പോലീസ് സെക്ഷൻ ഇല്ല, മനസ്സിലായി. അപ്പൊ ഒരു നേവിക്കാരനായിട്ട് അഭിനയിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ആ സെക്ഷനിലില്ല. പിന്നെ കോംപ്ലാന്റ് പരസ്യത്തിൽ അഭിനയിക്കണമെന്നുണ്ട്, പക്ഷെ ഞങ്ങളെ എടുക്കത്തില്ല, കാരണം അത് പൊക്കം വെക്കാനുള്ള അങ്ങനെ വേറെ ലിമിറ്റേഷൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ചിരിച്ചോണ്ട് പറയുമ്പോഴും കാര്യം സീരിയസ് ആണ്. ഇത് ജീവിതത്തിൽ ഇപ്പൊ നമ്മളെ മറ്റൊരാള് നമ്മളെ കണ്ട് ചിരിക്കാന്ന് പറഞ്ഞ് നമ്മളത് ദുഃഖിക്കുമല്ലേ വേണ്ട. നമ്മളെ കണ്ടൊരാൾക്ക് ചിരിക്കാനൊരു അവസരം കിട്ടിയല്ലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിങ്ങള് ഇത്രയും ഞാൻ കമ്പയർ ചെയ്യോ അങ്ങനെയൊന്നല്ല, വിഷമിച്ച് പറയാം അല്ലെങ്കിൽ സീരിയസ് ആയി പറയേണ്ടത് നിങ്ങൾ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നത് എങ്ങനെ പറ്റുന്നു ആ മനസ്സ്? ഇപ്പൊ നേരത്തെ പക്രു ചേട്ടൻ പറഞ്ഞ സംഭവം തന്നെ, കുഞ്ഞു ശരീരം വലിയൊരു മനസ്സുണ്ടെന്ന് പറയുന്നത് എങ്ങനെ അത് സാധിക്കുന്നു? അത് ജീവിതാനുഭവം തന്നെയാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ വളരെ കഷ്ടപ്പെട്ട ഒരു വലിയ സാമ്പത്തികമൊന്നും ഇല്ലാതെ തെരുവോരത്ത് ജീവിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് കടബാധ്യതയായി അങ്ങനെയൊക്കെ അവസ്ഥ ജീവിച്ച ഒരാളാണ്. അപ്പം എൻ്റെ അമ്മ വികലാംഗയായിരുന്നു, എൻ്റെ 3 മാമന്മാർ വികലാംഗരായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഉൾക്കൊണ്ട പാഠം, ഒരാളെ പോലും 10 രൂപ പോലും വെറുതെ ചോദിക്കരുത് എന്ന് പഠിപ്പിച്ചൊരു കാര്യം. അവർ അത്രയും കഷ്ടപ്പെട്ട് തന്നെ അധ്വാനിച്ചാണ് എന്നെ കോളേജിലൊക്കെ ആക്കിയത്. അപ്പോൾ അത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ അവരെ കാണുകയാണ്. ആ കഷ്ടപ്പാടൊക്കെ തോന്നുമ്പോൾ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നാറില്ല. അതാണ് ഒരു ചിരിച്ചു തള്ളി നമ്മളതൊക്കെ വിടുന്നത്. ഇപ്പോൾ പിന്നെയും ഇതേപോലെയുള്ളവരെ മനസ്സിലാക്കി അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കമ്പാരിറ്റീവ് ഉണ്ട്, ഇഷ്ടം പോലെ. നമുക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് പല സന്ദർഭങ്ങളിലും ഈശ്വരനെ പോലെ നമുക്ക് തോന്നുന്ന കുറേ പേരുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പം നമ്മളെ പോലുള്ളവർക്കൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് ചോദിക്കത്തില്ല. എൻ്റെയൊക്കെ ഇത് അങ്ങനെയാണ്. നമ്മളെ കൊറോണ വന്നിട്ട് പോലും നമുക്ക് ഒരാളോട് ചോദിക്കാനൊരു മാനസികത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പോലും നമ്മളെ കുറേ പേര് നിർബന്ധിച്ച് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾക്ക് വേണ്ടതാണ് എന്നും പറഞ്ഞ് നമുക്ക് തന്നിട്ട് നമ്മൾ കുറേ പേര്, കാരണം അത് നമ്മൾ മേടിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു, ആ അവസ്ഥ വരെ എത്തി. അപ്പം പിന്നീട് ഞാൻ ആലോചിച്ചു, നമ്മള് ഒരാളുടെ ചോദിച്ചു വാങ്ങിക്കുന്നത് പാടില്ല. ഒരാൾ സ്നേഹത്തോടു കൂടി തന്നാൽ നമുക്കത് സ്വീകരിക്കാം. മനസ്സിലായ? അങ്ങനെയാണ് പിന്നീട് സ്നേഹമായിട്ട് തന്നതിന് ഞാൻ ഇതുവരെ പിന്നെ ഇത് ചെയ്തത്. കാരണം എൻ്റെ അച്ഛനും അമ്മയും നമ്മ വികലാംഗയായിട്ട് പോലും അവർ അധ്വാനിച്ച് ജീവിക്കുമ്പം ഞാൻ വികലാംഗനായിട്ട് ഒരാളോട് ചോദിക്കാന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലായി. എന്നെ പഠിപ്പിച്ചത് അന്യായമായി മേടിച്ച പൈസ കൊണ്ടല്ല, അവരധ്വാനിച്ച് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടാണ് നമ്മളെ ഇതാക്കി. അപ്പൊ പിന്നെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എത്ര കഷ്ടപ്പാടാണ്. അപ്പൊ ഈ ഇങ്ങനെ ചിന്തിക്കുമ്പോ തന്നെ ഇതൊരു പോസിറ്റീവ് ജീവിതത്തിൽ വേറെ ഉണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പെട്ടുപോകുമെന്ന് പറയുന്ന കുറെ സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ തെറ്റായ മാർഗം ഒറ്റൊന്ന് ചിന്തിച്ചാൽ പോയി അവിടെ കൊണ്ട് നമ്മുടെ ജീവിതം പോയി. പക്ഷെ നമുക്ക് ആ ഒരു കഷ്ടപ്പാട് നമുക്ക് ഇനിയുള്ള വലിയ വലിയ കാര്യങ്ങളിലോട്ടുള്ള ഒരു ചെറിയൊരു പാലമാണ് നമുക്കത് ഇട്ട് തന്നത് നമ്മൾ മനസ്സിലാക്കുക. ആ പാലത്തിൽ നമ്മൾ സഹനം സഹിച്ചു നിന്നാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇപ്പൊ എൻ്റെ ജീവിതം. എനിക്ക്